ഹലോ ഗൈസ്, പോർക്കിന്റെ ഐറ്റംസ് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കിട്ടുന്ന ഒരു മറുനാടൻ കഫേയിലാണ് നമ്മൾ പോകുന്നത്. മുസാഡ് മറുനാടൻ കാഫേ. മുസാഡ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു സോസിന്റെ പേരാണ്. നമ്മളാണെങ്കിൽ അതിനെ വിളിച്ച് മുസാഡ് ഇതാക്കി. ഫ്യൂഷൻ ഡിഷസ് ആണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അതും എക്സ്ക്ലൂസീവ്ലി പോർക്ക് മീറ്റിൽ. നൈസ് കോൺസെപ്റ്റ്. പോർക്ക് മീറ്റ് വെച്ചിട്ട് ഇത്രയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടിട്ടാ. ഈ സ്ഥലത്തിനെ വേറെ കുറെ അധികം പ്രത്യേകതകളുണ്ട്. ഞാനത് എന്തായാലും വഴിയെ പറയാം. അപ്പൊ എന്തായാലും കമോൺ ഗൈസ്. ദേ നമ്മുടെ റോളക്സിന്റെ സ്പീക്കറിലത് പേര് പോലെ തന്നെ ഒരു മറുനാടൻ മെനു തന്നെ. നമ്മുടെ ഇവിടുത്തെ ബ്രോ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ഐറ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ആ ഒരു ഓർഡർ ചെയ്യാനുള്ള ഒരു പ്രോസസ് ഇല്ലേ, അത് എളുപ്പമാക്കി. അപ്പൊ ഐശ്വര്യമായിട്ട് പോക്ക് മൊമോസ് വെച്ചങ്ങ് തുടങ്ങാം. എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് മൊമോസ് പോക്കിൽ വരുന്നത്. മിൻസ്ഡ് പോക്കാണ് ബേസിക്കലി ഇതിന്റെ ഫില്ലിംഗ് വരുന്നത്. ഓണിയനും മൊമോസ് മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ സോർട്ട് ചെയ്തെടുത്തേക്കാണ് സംഭവം. വെരി ഫ്ലേവർഫുൾ ഫില്ലിംഗ് ആണ് ഇതിന്റെ. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എത്ര വലിയൊരു മൊമോസ് ഫാൻ ആണെന്ന്. അപ്പൊ ഇനി തൊട്ട് എനിക്കൊരു പുതിയ ഫേവറേറ്റ് കൂടെ ആയിട്ടാ. ഇതിന്റെ കൂടെയുള്ള ഡിപ്പ് അല്ലെങ്കിൽ സോസ് ആണ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ്. അതിന്റെ ടേസ്റ്റ് കാരണം മൊമോസിന്റെ കൂടെയുള്ള വെജീസ് ഇല്ലേ, അതുപോലെ നമ്മൾ ബാക്കി വെക്കാതെ ഫിനിഷ് ആക്കിയല്ലേ ഡിപ്പ് ചെയ്ത്. അതിന്റെ ഇടയിൽ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെയുണ്ട്, ആ വോളട്ടും നോക്കിക്കേ, പൊളിയല്ലേ. ഈ 3 പേരും മനസ്സിലായെങ്കിൽ നേരെ കമന്റ് ചെയ്തോട്ടാ. ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൊടുത്തേക്ക്. അടുത്ത സ്റ്റാർട്ടർ ആണ് പോർക്ക് 65. നമ്മുടെ പോർക്ക് ഒരു സ്പൈസി മസാലയിൽ കോട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കാണ് സംഗതി. ക്രിസ്പി, ജ്യൂസി ആൻഡ് നല്ലൊരു ഫീലുള്ള ഒരു ഐറ്റം. ഇതിന്റെ കൂടെ സോസിന്റെ ഒരാവശ്യവും ഇല്ല ഗൈസ്. ഇതിങ്ങനെ വെറുതെ നമുക്കിങ്ങനെ സ്നാക്ക് ചെയ്തോണ്ടിരിക്കുക. അത്രയ്ക്ക് അടിപൊളി സെറ്റ് സാധനമാണ്. ഇതിന്റെ കൂടെ മഴയും കൂടി പെയർ ചെയ്താണ്ടല്ലോ, പൊളിക്കും. മഴ വരാൻ പോണെന്ന് തോന്നുന്നുണ്ട്. വന്നത് തീർന്ന പെട്ടെന്ന് ലാസ്റ്റ് പറഞ്ഞുണ്ട് അതങ്ങെടുക്കുക. ബൈ ദ വൈ, ജൂലിയൻ കട്ട് എന്നാണ് ഈ ഒരു കട്ടിന് പറയുന്നത് കേട്ടാ. സീനൊന്ന് കൂളാക്കാൻ ഒരു വെനില കോൾഡ് കോഫി അങ്ങ് ഓർഡർ ആക്കി. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ഇപ്പോഴല്ല. പിന്നെ ബട്ടർ ഗാർലിക് പോർക്ക് വിത്ത് ടോസ്റ്റ് ബ്രെഡ്. ഇതിന് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പോർക്ക് ബെല്ലി മീറ്റ് ആണ്. നല്ല ഫാറ്റ് അടങ്ങിയ പോർഷൻ. നിങ്ങൾക്ക് ഇഷ്ടമാണ് അത്. ചീസ്, ഗാർലിക് ആൻഡ് ബട്ടർ സോട്ടഡ് ആണ് സംഭവം. പിന്നെ ബെക്കമൽ എന്ന് പറഞ്ഞൊരു സോസ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് ആഡ് ചെയ്യുന്നത്. സംഭവം കുറച്ച് മെസ്സി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ ഇതിങ്ങനെ കയ്യിലെടുത്ത് ഫീൽ ചെയ്ത് കഴിക്കണം. അതാണ് അതിന്റെ ഒരു ഇതെന്നാണ് എന്റെ ഒരു ഇത്. ഇതിന്റെ ആ ഗ്രേവി അല്ലെങ്കിൽ സോസും ഈ മീറ്റിന്റെ ആ ഒരു ഫാറ്റും കൂടെ അടങ്ങിയ ആ ഒരു കോമ്പിനേഷനില് വെറുതെ എപ്പിക്കാണ്, ഒന്നും പറയാനില്ല. ലൈഫ് ഇസ് ഗുഡ്. നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യില്ല, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആണ്. നിങ്ങളൊരു പോക്ക് ലവർ ആണ്, പല വെറൈറ്റീസ് ഓഫ് പോക്കിന്റെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കണ്ണും പൂട്ടി ഓർഡർ ചെയ്തോ. വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു പെപ്പറി ടച്ചോടെ ഉണ്ട് ആ ഒരു ഗ്രേവിക്ക്. അത് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട സാധനമാണെന്ന് ഞാൻ പറയും. ഞാൻ ഹൈപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലേറ്റ് ഞങ്ങൾ ക്ലീൻ ആയി കഴിച്ച് കണ്ട അറിയാൻ പറ്റും. നെക്സ്റ്റ് ഇസ് പോക്ക് റിബ് വെന്താലു വിത്ത് ഗീ റൈസ് ആൻഡ് പരിപ്പ് കറി. നേരത്തെ പോക്ക് ബെല്ലിയിലായിരുന്നു, ഇപ്പൊ നമ്മുടെ പോക്ക് റിബ്സിലാണ് പരിപാടി. അത് വെറും റിബ് വെന്താലും അല്ലട്ട, ഗോവൻ റിബ് വെന്താലും ആണ്. നെയ്ച്ചോറ്, ബീഫ്, പരിപ്പ് കറി കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാവും അറിയാൻ ഞാൻ ക്യൂരിയസ് ആയിരുന്നു. മുസാഡിന്റെ ഷെഫ് സ്പെഷ്യൽ ഐറ്റംസിൽ ഒരു ഏറ്റവും മൂവിങ് ഉള്ള ഒരു മെയിൻ ഐറ്റം ആണത്. ആദ്യം തന്നെ നമുക്ക് അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഇങ്ങനെ ഇടാം. എന്നിട്ട് പയ്യെ മോളി കൂടി കുറച്ച് പരിപ്പോറ് ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് വിന്താലുവിൽ ഒരു പീസ് ഇങ്ങനെ അങ്ങ് സൈഡിൽ വയ്ക്കുക. മസ്റ്റർഡ് സോസ് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. കുറച്ച് ഗ്രേവിയും കൂടി ഇരുന്നോട്ടെ. നല്ല തിക്ക് റിച്ച് ഗ്രേവി അല്ലേ കണ്ടിട്ട്, അടിപൊളി. ആ നെയ്ച്ചോറിന്റെ ആ ഒരു അരോമ തന്നെ ഭയങ്കര കിടിലാണ്. ഒരു ബ്ലെൻഡ് ഓഫ് സ്പൈസസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ലിറ്ററലി. വിന്താലു ഗ്രേവി ഈസ് ലൈക്ക് സ്പൈസി, ടാങ്കി ആൻഡ് ജസ്റ്റ് ഹൗ ഐ ലൈക്ക് ഇറ്റ്. സ്പൈസസ് ഒന്നും തന്നെ ഒട്ടും ഓവർവെൽമിംഗ് അല്ല, ഒരു പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ഹീറ്റ് ആൻഡ് ഫ്ലേവർ. സീരിയസ്ലി ഇതൊരു നെക്സ്റ്റ് ലെവൽ വിന്താലു തന്നെ, നോ വേർഡ്സ്. പോക്ക് മീറ്റ് ആയിട്ട് വെറുതെ അടിപൊളിയായിട്ട് കട്ടയ്ക്ക് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങളൊരു സ്പൈസി ഫുഡ് ലവർ ആണ്, അല്ലെങ്കിൽ ഒരു നല്ല മീൽ നോക്കി കിടക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മേക്ക് എ സ്റ്റോപ്പ് ഹിയർ ഗൈസ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വെനില കോൾഡ് കോഫി, അത് സെറ്റായിരുന്നു. എന്താ അതിന്റെ ടെക്സ്ചർ, ക്രീമി ആൻഡ് സ്മൂത്ത്. എല്ലാം ഒന്ന് ഹോട്ടായിട്ട് അവസാനിപ്പിക്കാന്ന് കരുതി ഒരു ആരിഷ് ലാറ്റെ ആൻഡ് കാരമൽ ലാറ്റെ ഹോട്ട് കോഫി. കാരമൽ നമ്മുടെ കോഫി ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുള്ള ടു സ്ട്രോങ് അല്ല, ജസ്റ്റ് റൈറ്റ്. ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ വരുന്നില്ല. ചില സ്ഥലത്ത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടാറില്ല, വെരി ആർട്ടിഫിഷ്യൽ ആയിരിക്കും. ഐറിഷും അതെ നല്ലതായിരുന്നു. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ ഒരു കോഫി അടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറെ അല്ലേ, ഞാൻ പറഞ്ഞിട്ട് വേണോ. 13 years ആയിട്ട് പ്രിൻസസ് ക്രൂസ് ഷിപ്പിൽ വർക്ക് ചെയ്ത ഷെഫിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് മുസാഡ് കാഫേയിൽ സെർവ് ചെയ്യുന്നത്. ഷെഫിന് ഈ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സെർവ് ചെയ്യുന്ന ഓരോ ഡിഷിനും നമ്മുടെ ഒത്തന്റിക് കേരള കുസീൻ ഒരു ഇന്റർനാഷണൽ ടച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എറണാകുളം സിറ്റിയിലുള്ള എക്സ്ക്ലൂസീവ് പോക്ക് ഹബാണ് മുസാഡ് കാഫേ. പോക്കിന്റെ ഡിഫറെന്റ് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർക്ക് നേരിങ് വരാം. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. തൽക്കാലത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഉറപ്പായി ഞാൻ വീണ്ടും വരും അടുത്ത ഐറ്റംസ് മെനുവിൽ ട്രൈ ചെയ്യാൻ. സെറ്റ് സജഷൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു.
ലൊക്കേഷൻ എന്ന് പറയുന്നത് ദേ ഈ കാണുന്നതാണ് എറണാകുളം കത്രികടവ് പാലം. ഇതിന്റെ നേരെ തൊട്ട് താഴെയായിട്ട് വരും. നല്ല പാർക്കിംഗ് ഉണ്ട്, ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഏച്ചിനോട് ചോദിച്ചാലും മതി. ബെക്ക് കോഫി ഷോപ്പും ഉണ്ട്. ഇതിനൊരു പാർട്ട് 2 വേണോ? കമന്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും അടുത്തൂടെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏജന്റ് ഫ്രീ saying bye. See you soon മക്കളെ. Have some real fun.